നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധ ശേഖരങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് ശൗര്യ മിസൈലുകൾ. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ശൗര്യയുടെ പരിഷ്കരിച്ച പതിപ്പായ ശൗര്യ നെക്സ്റ്റ് ജനറേഷൻ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഭാരതം. ശബ്ദത്തേക്കാൾ 7 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയും മിസൈലുകളുടെ ഗതി നിയന്ത്രിക്കാനുള്ള കൃത്യതയും ഒത്തുചേരുന്ന ഈ ആയുധം ഭാരതത്തിൻ്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയെ പുതിയ ഉയരങ്ങളിലെത്തിക്കും. ഭൂതലത്തിൽ നിന്ന് ഭൂതലത്തിലേക്ക് തൊടുക്കാവുന്ന ഈ മിസൈൽ കാനിസ്റ്റർ അധിഷ്ഠിത വിക്ഷേപണ രീതി ഉപയോഗിക്കുന്നതിനാൽ അതിവേഗത്തിൽ വിന്യസിക്കുവാനും ശത്രുവിന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആക്രമണം നടത്താനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. ഏകദേശം 700 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ശൗര്യ NG മിസൈലുകൾ അവയുടെ സഞ്ചാരപഥത്തിലെ സങ്കീർണത കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശൗര്യ മിസൈലുകൾ ക്വാസി ബാലിസ്റ്റിക് അഥവാ പകുതി ബാലിസ്റ്റിക് രീതിയിലാണ് അവലംബിക്കുന്നത്. ഇതിനർത്ഥം അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തന്നെ മിസൈലിൻ്റെ ദിശ മാറ്റാനും ശത്രുവിൻ്റെ റഡാറുകളെ കബളിപ്പിക്കാനും ഇതിന് സാധിക്കും എന്നതാണ്. മിസൈലിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപുള്ള 30 മുതൽ 60 സെക്കൻഡ് വരെ സമയത്തിനുള്ളിൽ അതിവേഗത്തിലുള്ള സിക്സാക് ചലനങ്ങൾ നടത്താൻ ശൗര്യ NGക്ക് ശേഷിയുണ്ട്. ഇതിനെ തടയുവാൻ ശ്രമിക്കുന്ന ഇൻ്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഇത് മറ്റൊരു വലിയ വെല്ലുവിളിയാകും സൃഷ്ടിക്കുക. ഈ പുതിയ പതിപ്പിൽ DRDO ഉൾപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി മോഡ് സീക്കർ സംവിധാനമാണ്. ഹൈപ്പർസോണിക് വേഗതയിൽ മിസൈൽ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം അതിശക്തമായ ചൂട് ഉൽപ്പാദിക്കപ്പെടുകയും മിസൈലിന് ചുറ്റും പ്ലാസ്മ പാളി രൂപപ്പെടുകയും ചെയ്യും. ഇത് റേഡിയോ തരംഗങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ മിസൈലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് പ്രയാസകരമാണ്. എന്നാൽ പുതിയ സീക്കർ സംവിധാനം ഇൻഫ്രാറെഡ് ഇമേജിങ്ങും ആക്റ്റീവ് റഡാർ ഗൈഡൻസും സംയോജിപ്പിച്ച് ഈ പ്ലാസ്മ തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യം സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സഹായിക്കും. മാക് 7.5-ലധികം വേഗതയിൽ സഞ്ചരിക്കുമ്പോഴും ഈ കൃത്യത നിലനിർത്തുവാൻ കഴിയുമെന്നത് ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടമാണ്. മിസൈൽ വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന കാനിസ്റ്റർ സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിസൈലിനെ 10 മുതൽ 15 വർഷം വരെ യാതൊരു അറ്റകുറ്റപ്പണികളും കൂടാതെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയുന്ന കാനിസ്റ്ററുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഗ്യാസ് ജനറേറ്റർ ഉപയോഗിച്ച് മിസൈലിനെ പുറത്തേക്ക് തള്ളിയ ശേഷം വായുവിൽ വെച്ച് റോക്കറ്റ് മോട്ടോർ കത്തുന്ന കോൾഡ് ലോഞ്ച് രീതിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വിക്ഷേപണ വാഹനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും മിസൈൽ വിന്യാസത്തിനുള്ള സമയം 5 മിനിറ്റിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യുന്നു. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് എവിടെ വെച്ചും വിക്ഷേപിക്കാൻ കഴിയുമെന്നത് ശത്രുവിൻ്റെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് മിസൈൽ സംവിധാനത്തെ സംരക്ഷിക്കാനും സഹായിക്കും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശൗര്യ NG ഭാരതത്തിന് വലിയ മേൽക്കൈ നൽകുന്നു. ബാലിസ്റ്റിക് മിസൈലിൻ്റെ വേഗതയും ക്രൂയിസ് മിസൈലിൻ്റെ കൃത്യതയും മെയ്വഴക്കവും ഒത്തുചേർന്ന ഈ ആയുധം ഭാരതത്തിൻ്റെ പ്രതിരോധ കവചത്തിലെ കരുത്തുറ്റ ഒന്നായി മാറും. 2026 നടക്കുന്ന ഈ പരീക്ഷണങ്ങൾ വിജയിക്കുന്നതോടെ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.